ലാസ്റ്റ് ഡേ നമ്മൾ ക്യാൻ ഫുഡ് അതായത് ഓക്സിലറി വേർബ്സ് ആണ് നോക്കിയിട്ടുള്ളത്. ഓക്സിലറി വേർബ്സിന് നെക്സ്റ്റ് മേ ആൻഡ് മൈറ്റ് ആണ് നമുക്ക് ഇനി നോക്കാനുള്ളത് കേട്ടോ. അപ്പോൾ ക്യാൻ ഫുഡൊക്കെ നിങ്ങൾ ഓഡിയോ കേൾക്കുക വീഡിയോ കണ്ടിട്ടുണ്ടായിരിക്കും, മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കണം. നോട്ട്സ് ഒക്കെ എഴുതി വെക്കാട്ടോ, ലെക്ചർ നോട്ട് ആയാലും. ഇനി നമ്മൾ മേ ആൻഡ് മൈറ്റിലേക്കാണ് പോകുന്നത്. യു മസ്റ്റ് ഹാവ് ഹേർഡ് മേ ആൻഡ് മൈറ്റ് അല്ലേ. മേ ആൻഡ് മൈറ്റ് നമ്മൾ കൂടുതലായിട്ട് യൂസ് ചെയ്യാറുണ്ട് അല്ലേ. മേ ഈസ് എന്തിനൊക്കെയാണ് മേ യൂസ് ചെയ്യാൻ നമുക്ക് നോക്കാം. മേ ഈസ് യൂസ് ടു എക്സ്പ്രസ് ദ ഫോളോയിങ്. ഏതൊക്കെയാണ് എന്നുള്ളത് നമുക്ക് ഇനി നോക്കാം. ഫസ്റ്റ് ഫോർ പെർമിഷൻ. പെർമിഷന് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നുണ്ട്, മേ എന്ന് ഉപയോഗിക്കുന്നുണ്ട്. യു മേ കം ഇൻ, പെർമിഷൻ കൊടുക്കാണ്. യു മേ കം ഇൻ വരൂ, ഉള്ളിലേക്ക് വരൂ എന്ന് പെർമിഷൻ കൊടുക്കുന്നു. ഓക്കെ, മനസ്സിലായോ? മേ എന്നുള്ളത് പെർമിഷന് ഉപയോഗിക്കും, പോസിബിലിറ്റിക്ക് ഉപയോഗിക്കും, എവിഷന് ഉപയോഗിക്കും, പേർപ്പസ് അറിയിക്കാനായിട്ട് ഉപയോഗിക്കും, പൊളൈറ്റ് റിക്വസ്റ്റ്. അപ്പോൾ ഇനി പെർമിഷൻ ആണ് എക്സാമ്പിൾ നമ്മളിപ്പോൾ പറഞ്ഞത് യു മേ കം ഇൻ എന്നുള്ളത്. ഇനി നൗ നെക്സ്റ്റ് പോസിബിലിറ്റി. ആൻഡ് an example for possibility is it may rain today. എന്താണ്? it may rain today. ഇന്ന് മഴ പെയ്യാം എന്നുള്ളതാണ്. ഓക്കെ, now a wish. വിഷിനെ പറ്റിയാണ് പറയുന്നത്. എന്താണ് വിഷ്? ഒരു ആഗ്രഹം അല്ലെങ്കിൽ ഒരു വിഷ്, മറ്റുള്ളവരെ അനുഗ്രഹിക്കുക, അതിനും നമ്മൾ മേ എന്ന് പറയും. ആഗ്രഹം ഇവിടെ ആഗ്രഹമല്ല വിഷ്. ഇവിടെ എന്താണ്? ഇവിടെ നമ്മൾ ഒരു അനുഗ്രഹം കൊടുക്കുകയാണ്. ഗോഡ് ബ്ലെസ് യു എന്നൊക്കെ പറയുമ്പോൾ എൻ്റെ ഒരു പ്രാർത്ഥന, അതാണ് ഉദ്ദേശിക്കുന്നത്. വിഷ് മേ ഗോഡ് ബ്ലെസ് യു എന്നുള്ളത് നമ്മൾ സ്ഥിരം കേൾക്കുന്നതാണ് അല്ലെ. ഒരു ബർത്ത്ഡേ വിഷൊക്കെ അറിയിക്കുമ്പോൾ നമ്മൾ എന്താ ചെയ്യാറ്? ഗോഡ് ബ്ലെസ് യു എന്നൊക്കെ നമ്മൾ പറയാറില്ലേ. ഇനി നെക്സ്റ്റ് വൺ പേർപ്പസ്. എന്താണ് പർപ്പസ് എന്നുള്ളത് അറിയിക്കാനാണ്. വർക്ക് ഹാർഡ്, അതായത് വർക്ക് ഹാർഡ് that you may pass the examination this time എന്താണ് പറയുന്നത്? മനസ്സിലാകുന്നുണ്ടോ? വർക്ക് ഹാർഡ് കഴിഞ്ഞാൽ, അതായത് നന്നായിട്ട് വർക്ക് ഹാർഡ് ആണെങ്കിൽ എന്താണ്? ഇഫ് യു വർക്ക് ഹാർഡ് യു മേ പാസ്. മനസ്സിലാകുന്നുണ്ടോ? വർക്ക് ഹാർഡ്, അതായത് ഇഫ് യു ഹാവ് വർക്ക് ഹാർഡ് യു മേ പാസ് എന്നാണ് പറയുന്നത്. അതായത് വർക്ക് ഹാർഡ്, നല്ല ഹാർഡ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ യു മേ പാസ് ദി എക്സാമിനേഷൻ. അപ്പോൾ ഇവിടെ പർപ്പസ് ആണ് കാണിക്കുന്നത് ഇനി. ഓക്കെ, ഇനി പൊളൈറ്റ് റിക്വസ്റ്റ് കാണിക്കുകയാണ്. റിക്വസ്റ്റ് എന്താണെന്ന് അറിയാലോ. മേ ഐ യൂസ് യുവർ അംബ്രല്ല, മേ ഐ ടേക്ക് യുവർ പെൻ, മേ ഐ ടേക്ക് യുവർ മൊബൈൽ എന്നൊക്കെ ചോദിക്കില്ലേ, അതുപോലെ അത് ഒരു പൊളൈറ്റ് റിക്വസ്റ്റ് ആണ്. അപ്പോൾ മേ എന്തൊക്കെ തരത്തിലാണ് ഉപയോഗിക്കുക? ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ആസ് പെർമിഷൻ, for giving permission, and it can be used as a possibility, and it can be used also as a wish, and also as a purpose, and also a polite request. ഇനി നമ്മൾ മൈറ്റിലേക്ക് പോവാം. എന്താണ് മൈറ്റ്? എപ്പോഴാണ് മൈറ്റ് ഉപയോഗിക്കുക? മൈറ്റ് ഈസ് നോട്ട് ദ പാസ്റ്റ് ടെൻസ് ഓഫ് മേ എന്നാണ് പറഞ്ഞത് കേട്ടോ. ആദ്യം തന്നെ പറയുന്ന പോയിന്റ് എന്താണ്? മൈറ്റ് ഈസ് നോട്ട് ദ പാസ്റ്റ് ടെൻസ് ഓഫ് മേ. മേയുടെ പാസ്റ്റ് ടെൻസ് ആയിട്ട് അതിനെ കണക്കാക്കണ്ട. പലരും അതിനെ തെറ്റിദ്ധരിക്കാറുണ്ട്. മേ എന്നുള്ളത് മൈറ്റ് എന്നുള്ളത് മേയുടെ പാസ്റ്റ് ടെൻസ് ആയിട്ട് കണക്കാക്കാറുണ്ട്. ഇറ്റ് ഈസ് റോങ്. ആൻഡ് നൗ മൈറ്റ് ഈസ് യൂസ്ഡ്, ഇറ്റ് ഈസ് സ്മോളർ ചാൻസ് ദാൻ മേ. മേനെക്കാളും സ്മോളർ ചാൻസ് ആണ് ഇതിനുള്ളത്, മൈറ്റിനുള്ളത്. മേക്കാണ് ചാൻസ് കൂടുതൽ, അതായത് മേ ആണ് കുറച്ചുകൂടി പോസിബിലിറ്റി കാണിക്കുന്നത്. മനസ്സിലായോ? മൈറ്റ് ലെസ്സർ പോസിബിലിറ്റി ആണ് കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു എക്സാമ്പിൾ, മൈ അങ്കിൾ മൈറ്റ് കം വിത്ത് മീ. പിന്നെ അമ്മാവും വരുമായിരിക്കും എൻ്റെ കൂടെ. പോസിബിലിറ്റി കുറവ്, ഒരു 30% ഒക്കെ മാത്രം. ഇപ്പം മേ കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായി? അതൊരു 50% ഷുവർ ആയിട്ടുണ്ട്. മനസ്സിലായോ? പോസിബിലിറ്റിയുടെ ആ ലെവൽ കുറച്ച് കമ്മിയാണ് മൈറ്റിന്. ഓക്കെ, സോ സ്മോളർ ചാൻസ് കുറവുള്ളത്, അതായത് 50% മേ ആണെങ്കിൽ 30% മാത്രമാണ് മൈറ്റ് കിട്ടുന്നത്. ഓക്കെ, ആൻഡ് നൗ മൈറ്റ് ക്യാൻ ബി യൂസ്ഡ് ടു ഇൻഡിക്കേറ്റ് ദീസ് തിങ്സ് ഓർ ദീസ് ഫീച്ചേഴ്സ്. ജസ്റ്റ് ഐ വിൽ എക്സ്പ്ലെയിൻ ഇറ്റ്. ടു ഇൻഡിക്കേറ്റ് പോസിബിലിറ്റി. മൈറ്റ് എന്തിനാണ് ഉപയോഗിക്കുന്നത്? പോസിബിലിറ്റി കാണിക്കാനായിട്ട് ഉപയോഗിക്കും. ദ മിനിസ്റ്റർ മൈറ്റ് കം ഹിയർ എനി മിനിറ്റ്. The minister might come. മിനിസ്റ്റർ എപ്പോൾ വേണമെങ്കിലും ഏത് നിമിഷം ഇവിടെ വരാം എന്ന് പറയുന്നതാണ് ഒന്ന് പോസിബിലിറ്റി. ടു എക്സ്പ്രസ് മോർ പൊളൈറ്റ്നസ് ദാൻ മേ. ഇവിടെ ഒന്ന് ശ്രദ്ധിക്കാം. മേ എന്നുള്ളതിനെക്കാട്ടും കുറച്ചുകൂടി പൊളൈറ്റ്നസ് ആക്കിയിട്ട് പറയാനായിട്ട് സാധിക്കുന്നത് മൈറ്റ് ഉപയോഗിക്കുമ്പോഴാണ്. ആൻഡ് അതായത് ടു എക്സ്പ്രസ് മോർ പൊളൈറ്റ്നസ് ദാൻ മേ. ആൻഡ് ഐ എം ഗിവിംഗ് യു എൻ എക്സാമ്പിൾ. ഇഫ് ഐ മൈറ്റ് ആസ്ക് എ ക്വസ്റ്റ്യൻ, ഹൗ ഇസ് ഇറ്റ് considered so important?
ഇഫ് ഐ മൈറ്റ് ആസ്ക് എ ക്വസ്റ്റ്യൻ, ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ അതെങ്ങനെ നിങ്ങൾ അതിനെ കൺസിഡർ ചെയ്യും എന്നൊക്കെ ചോദിക്കുന്നത്. ഒരു പൊളൈറ്റ് അല്ലേ, എക്സ്ട്രാ പൊളൈറ്റ് അല്ലേ, ഞാൻ ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം പറയാൻ പറ്റുമോ എന്നുള്ള, അല്ലെങ്കിൽ അങ്ങനെ ചോദിക്കുന്നതിനെക്കാട്ടിലും എന്താണ് എക്സ്ട്രാ പൊളൈറ്റ് ആയിട്ട് നമുക്ക് എന്ത് ഉപയോഗിക്കുന്നത്, മൈറ്റ് ഉപയോഗിച്ചിട്ട് ആ സെൻറ്റൻസ് എക്സ്ട്രാ പൊളൈറ്റ് ആക്കാൻ പറ്റും. ഓക്കെ, ആൻഡ് ദെൻ ഇൻ റിപ്പോർട്ടഡ് സ്പീച്ച് ആസ് പാസ്റ്റ് ടെൻസ് ഓഫ് മേ, മേയുടെ പാസ്റ്റ് ടെൻസ് ആയിട്ട് നമുക്ക് എന്ത് ഉപയോഗിക്കാം, റിപ്പോർട്ടഡ് സ്പീച്ചിൽ മൈറ്റ് ഉപയോഗിക്കാം. റിപ്പോർട്ടഡ് സ്പീച്ചിൽ മൈറ്റ് എന്നുള്ളത് അതായത് ഒരു സെൻറ്റൻസിൽ റിപ്പോർട്ടഡ് സ്പീച്ചിലേക്ക് ആക്കുമ്പോൾ ആ സെൻറ്റൻസിൽ മേ ഉണ്ടെങ്കിൽ അതിന് റിപ്പോർട്ടഡിലേക്ക് ആക്കുമ്പോൾ എന്താണ് മൈറ്റ് എന്നാക്കിയിട്ട് നമുക്ക് റിപ്പോർട്ടഡ് സ്പീച്ചിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും. സോ ഹി സെഡ്, ഇവിടെ ഒരു എക്സാമ്പിൾ തരുന്നുണ്ട്. ഹി സെഡ് ഇറ്റ് മേ ഹാപ്പൻ ടുഡേ, അത് ഇന്ന് സംഭവിക്കാൻ പോകുന്നു എന്ന് അവൻ പറഞ്ഞു എന്നുള്ളതാണ് നമ്മൾ പറയേണ്ടത്. അവൻ പറഞ്ഞു ഇറ്റ് മേ ഹാപ്പൻ ടുഡേ. അപ്പൊ ഇനി എന്താ പറയുക അതിനെ, ഹി സെഡ് ദാറ്റ് ഇറ്റ് മൈറ്റ് ഹാപ്പൻ ദാറ്റ് ഡേ. മനസ്സിലായോ? ഇറ്റ് മൈറ്റ് ഹാപ്പൻ ദാറ്റ് ഡേ, അതായത് ടുഡേ എന്നുള്ളത് ദാറ്റ് ഡേ ആയി മാറും. നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കണം, ഈ റിപ്പോർട്ടഡ് സ്പീച്ചൊക്കെ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് പഠിച്ചിട്ടുണ്ടായിരിക്കണം എങ്ങനെയാണ് അത് ഫോം ചേഞ്ച് ചെയ്യുന്നത്. ടുഡേ എന്നുള്ളത് ദാറ്റ് ഡേ എന്നായി മാറും, ടുമാറോ എന്നുള്ളത് ദ നെക്സ്റ്റ് ഡേ എന്നായി മാറും. ഓക്കെ, അപ്പോൾ ഇനി ഒന്ന് ശ്രദ്ധിക്കാം. അപ്പോൾ എന്താണ് ഈ റിപ്പോർട്ടഡ് സ്പീച്ച് ആസ് പാസ്റ്റ് ടെൻസ് ഓഫ് മേ, എന്താണ് he said that it may happen today എന്നുള്ളത് എന്തായി മാറി, he said that it might happen which day, that day എന്നായി. ഓക്കെ, might can have a conditional clause, ഒരു കണ്ടീഷൻ കാണിക്കാൻ കണ്ടീഷണൽ ക്ലോസ് ആയിട്ടും ഉപയോഗിക്കാം. if you consulted Dr. Mohan you might get better soon. ഡോക്ടർ മോഹനെ കാണിച്ചിരുന്നെങ്കിൽ കുറച്ചും കൂടി ഇതിൻ്റെ അല്ലെങ്കിൽ നിന്റെ രോഗം ഭേദമാവുമായിരുന്നു എന്നുള്ളത് ആ കണ്ടീഷൻ കാണിക്കുന്നതിനെ മൈറ്റ് ഉപയോഗിക്കും. അപ്പം മേ എന്തിനാ ഉപയോഗിക്കുക, ഇനി ഒന്ന് നോക്കിയപ്പോൾ ടുഡേ വി ടോക്ക്ഡ് അബൌട്ട് മേ ആൻഡ് മൈറ്റ്. മേയും മൈറ്റുമാണ് നമ്മൾ ഇന്ന് നോക്കിയത്. മേ എന്നുള്ളത് എന്തൊക്കെ കാര്യങ്ങൾക്കാണ് നമ്മൾ ഉപയോഗിക്കുന്നത്, മേ ക്യാൻ ബി യൂസ്ഡ് ആസ് പെർമിഷൻ, പോസിബിലിറ്റി, വിഷ്, പർപ്പസ്, പൊളൈറ്റ് റിക്വസ്റ്റ്. പെർമിഷൻ നമ്മൾ എന്താ ഉപയോഗിച്ചത്, ഒരു സെൻറ്റൻസ് യു മേ കം ഇൻ, പെർമിഷൻ കൊടുക്കുന്നത്. പോസിബിലിറ്റി മേ റെയിൻ ടുഡേ, ഒരു ഇന്ന് മഴ പെയ്യാൻ സാധ്യതയുണ്ട്. വിഷ് അല്ലെ, ഒരു അനുഗ്രഹം കൊടുക്കലോ അല്ലെങ്കിൽ അത് ചെയ്യുന്നത് പ്രേയർ. മേ ഗോഡ് ബ്ലെസ് യു അല്ലേ, മേ ഗോഡ് ബ്ലെസ് യു. പേർപ്പസ് കാണിക്കാനായിട്ട് അല്ലെ, പേർപ്പസ് എന്താണ്, അതായത് ലക്ഷ്യം അല്ലെങ്കിൽ എന്താണ് നമ്മുടെ പേർപ്പസ്, അത് കാണിക്കാനായിട്ട് നമുക്ക് ഉപയോഗിക്കാം. വർക്ക് ഹാർഡ് ദാറ്റ് യു മേ പാസ് ദി എക്സാമിനേഷൻ ദിസ് ടൈം. എന്താണ് വർക്ക് ഹാർഡ്, അതായത് നല്ല വർക്ക് ഹാർഡ് ചെയ്ത് ഹാർഡ് വർക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താണ് എക്സാമിനേഷൻ പാസ് ആവാൻ പറ്റും എന്നുള്ളത് അല്ലെ, പർപ്പസ് കാണിക്കാൻ. മനസ്സിലായോ? പിന്നെ എ പൊളൈറ്റ് റിക്വസ്റ്റ്, ഒരു പൊളൈറ്റ് റിക്വസ്റ്റ് കാണിക്കാൻ നമുക്ക് എന്ത് ഉപയോഗിക്കാം, മേ ഉപയോഗിക്കാം. ഇതാണ് മേ ഐ യൂസ് യുവർ അംബ്രല്ല എന്ന് അവിടെ എക്സാമ്പിൾ. ഇനി മൈറ്റ് എന്താണ്, മൈറ്റ് എന്നുള്ളത് മേയുടെ പാസ്റ്റ് ടെൻസ് ആയിട്ടാണ് പലരും കണക്കാക്കുന്നത്, തെറ്റാണ്. അത് സ്മോളർ ചാൻസ് ആണ് മേനെക്കാട്ടിലും കൂടുതൽ. പിന്നെ അതിനൊരു എക്സാമ്പിൾ അവിടെ പറഞ്ഞു, മൈ അങ്കിൾ മൈറ്റ് കം വിത്ത് മീ, എൻ്റെ കൂടെ അമ്മാവൻ വരാൻ ചാൻസ് ഉണ്ട്. പോസിബിലിറ്റി കുറവാണ് പറയുന്നത്, ചാൻസ് കുറവാണ്. അതായത് മേ എന്നുള്ളത് 50%, മൈറ്റ് എന്നുള്ളത് 30% ആയിട്ട് കണക്കാക്കാം. Then might can be used to indicate politeness or possibility കാണിക്കാനായിട്ട് ഉപയോഗിക്കാം. പോസിബിലിറ്റി ദ മിനിസ്റ്റർ മൈറ്റ് കം അറ്റ് എനി മിനിറ്റ് അല്ലെങ്കിൽ എനി മിനിറ്റ് എന്ന് പറഞ്ഞു അല്ലേ. ദെൻ ടു എക്സ്പ്രസ് മോർ പൊളൈറ്റ്നസ് ദാൻ മേ, മേനെക്കാട്ടിലും എക്സ്ട്രാ പൊളൈറ്റ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് he might. അതിനുള്ള എക്സാമ്പിൾ, if I might ask a question, how is it considered so important എന്നുള്ളത്. then third one പറഞ്ഞത് in reported speech എന്താണ് as past tense of may, reported speech past tense of may ആയിട്ട് ഉപയോഗിക്കാം. he said it may happen today എന്നുള്ളത് he said that it might happen that day. അപ്പോൾ ഈ മേയുടെ പാസ്റ്റ് ടെൻസ് ആയിട്ട് മൈൻഡ് ഉപയോഗിക്കുന്നത്. ആക്ച്വലി മേയുടെ പാസ്റ്റ് ടെൻസ് അല്ല മൈൻഡ്, പക്ഷെ റിപ്പോർട്ടഡ് സ്പീച്ചിലാണ് നമ്മൾ മേനെ മൈൻഡ് ആക്കി മാറ്റുന്നത്. ഇതുവരെയുള്ള പോർഷൻസ് നിങ്ങൾക്ക് മനസ്സിലായോ? എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? നിങ്ങൾക്ക് ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ ക്ലാരിഫൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ക്ലാസ് ബാക്കി എടുക്കാം. ഓക്കെ, താങ്ക് യു.